അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ രണ്ടാം ഭരണകാലത്തും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ കടുത്തതും വിപ്ലവകരവുമായ നയതന്ത്ര നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. ഇറാനുമായി സാധ്യതയുള്ള ഏതൊരു സമാധാന ചർച്ചകളും മുൻപ് ഒപ്പുവെച്ച അബ്രഹാം ഉടമ്പടിയുടെ വിപുലീകരണവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ പുതിയ നിർദ്ദേശം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. മേഖലയിൽ ഇറാന്റെ സൈനിക നീക്കങ്ങൾക്ക് തടയിടാനും അതോടൊപ്പം ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള ട്രംപിന്റെ ഈ തന്ത്രം ഒരേ സമയം അതിശയിപ്പിക്കുന്നതും കടുത്തതുമാണ്. തന്റെ ഈ പുതിയ വ്യവസ്ഥയിലൂടെ പശ്ചിമേഷ്യയിലെ പ്രമുഖ അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് മേൽ വലിയൊരു നയതന്ത്ര സമ്മർദ്ദമാണ് ട്രംപ് ചെലുത്തുന്നത്. ഇറാനുമായി ഒരു സമാധാന കരാർ സാധ്യമാകണമെങ്കിൽ നിലവിൽ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധമില്ലാത്ത പ്രധാന മുസ്ലിം രാജ്യങ്ങൾ അവരുമായി ഔദ്യോഗിക ബന്ധം സ്ഥാപിക്കാൻ തയ്യാറാകണമെന്നാണ് ട്രംപിന്റെ പ്രധാന ആവശ്യം. മേഖലയിലെ സമാധാനത്തിന് ഇതല്ലാതെ മറ്റു വഴികളില്ലെന്ന കടുത്ത നിലപാടിലാണ് വാഷിംഗ്ടൺ ഇപ്പോഴുള്ളത്. ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് കൊണ്ടുവന്ന ചരിത്രപരമായ നയതന്ത്ര നീക്കമായിരുന്നു അബ്രഹാം ഉടമ്പടി. UAE, ബഹ്റിൻ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങൾ അന്ന് ഇസ്രയേലുമായി കൈകോർത്തപ്പോൾ അത് പശ്ചിമേഷ്യയിലെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. ഇതിന്റെ രണ്ടാം ഘട്ടം എന്നോണം കൂടുതൽ മുസ്ലിം രാജ്യങ്ങളെ ഈ സഖ്യത്തിലേക്ക് കൊണ്ടുവരാനാണ് ട്രംപ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഇറാൻ സൃഷ്ടിക്കുന്ന സൈനിക ഭീഷണികളെ ചെറുക്കാൻ മേഖലയിലെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്ന താല്പര്യമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ടെഹ്റാനിൽ നിന്നുള്ള മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ ഭയക്കുന്ന അറബ് രാജ്യങ്ങളെ ഇസ്രയേലുമായി അടുപ്പിക്കാൻ ഇതിലും നല്ലൊരു അവസരമില്ലെന്നാണ് വൈറ്റ് ഹൗസ് കണക്കുകൂട്ടുന്നത്. എന്നാൽ ഈ നിർദ്ദേശം അറബ് ലോകത്തുണ്ടാക്കാൻ പോകുന്ന ആഭ്യന്തര രാഷ്ട്രീയ ചലനങ്ങൾ വളരെ വലുതായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ നയതന്ത്ര വിദഗ്ധരും അന്താരാഷ്ട്ര നിരീക്ഷകരും ട്രംപിന്റെ ഈ നീക്കത്തെ വളരെ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. കാരണം ഈ ചർച്ചകളിൽ പങ്കാളികളാകേണ്ട പ്രധാന മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുപോലും ട്രംപിന്റെ ഈ പുതിയ ഉപാധിക്ക് അനുകൂലമായ യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇറാന്റെ വിഷയം പരിഹരിക്കുന്നതിന് ഇസ്രയേലുമായുള്ള ബന്ധം വെക്കുന്നത് ശരിയായ നടപടിയല്ലെന്നാണ് പല നയതന്ത്രജ്ഞരുടെയും വിലയിരുത്തൽ. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യയിലെ വൻ ശക്തികൾ പലസ്തീൻ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാതെ ഇസ്രയേലുമായി ഒരു പരസ്യമായ ബന്ധത്തിന് തയ്യാറല്ലെന്ന് മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സ്വതന്ത്ര പലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാകാതെ ഇസ്രയേലിനെ അംഗീകരിക്കുന്നത് അറബ് ലോകത്ത് വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ കടുത്ത നിലപാട് പല മുസ്ലിം രാജ്യങ്ങളെയും വലിയൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇറാനാകട്ടെ തങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കയുടെ ഈ നീക്കത്തെ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. അറബ് രാജ്യങ്ങളുമായി അടുത്തിടെ ഉണ്ടാക്കിയെടുത്ത നയതന്ത്ര സൗഹൃദം തകർക്കാൻ ട്രംപ് നടത്തുന്ന ഈ ശ്രമങ്ങളെ ചെറുക്കാൻ ടെഹ്റാനും തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങി അറബ് ലോകം ഇസ്രയേലുമായി കൈകോർത്താൽ അത് തങ്ങൾക്കെതിരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായി ഇറാൻ കണക്കാക്കും. മറുവശത്ത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ ഈ നീക്കം വലിയൊരു നയതന്ത്ര വിജയത്തിനുള്ള അവസരമാണ് ഒരുക്കുന്നത്. കൂടുതൽ മുസ്ലിം രാജ്യങ്ങൾ തങ്ങളെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതോടെ മേഖലയിൽ തങ്ങൾക്ക് നേരിടുന്ന ഒറ്റപ്പെടൽ പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് അവർ കരുതുന്നു. ട്രംപ് ഭരണകൂടം നൽകുന്ന ഈ പരമാവധി പിന്തുണ പ്രയോജനപ്പെടുത്തി തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് ഇസ്രയേലിന്റെ ശ്രമം. എന്നാൽ നയതന്ത്ര ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന മധ്യസ്ഥർ പറയുന്നത് ട്രംപിന്റെ ഈ ഭീഷണി സ്വരത്തിലുള്ള അന്ത്യശാസനം ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ്. ഇറാനുമായി ഒരു ധാരണയിലെത്താൻ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര സമൂഹത്തിന് ട്രംപിന്റെ ഈ കടുംപിടുത്തം വലിയൊരു തിരിച്ചടിയാണ്. സമാധാന ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെടാനും മേഖലയിൽ വീണ്ടും ഒരു യുദ്ധ സാഹചര്യം ഉടലെടുക്കാനും ഇത് കാരണമായേക്കാം. ട്രംപിന്റെ ഒപ്പിടുക അല്ലെങ്കിൽ പ്രത്യാഘാതം നേരിടുക എന്ന രീതിയിലുള്ള ശൈലി പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. ഒരു വലിയ പ്രാദേശിക സമാധാന കരാറിന്റെ ഭാഗമാകാൻ രാജ്യങ്ങളെ നിർബന്ധിക്കുന്നത് വിപരീത ഫലം ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. പരമാധികാരമുള്ള രാജ്യങ്ങൾക്കുമേൽ അമേരിക്ക നടത്തുന്ന ഈ സമ്മർദ്ദം എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OIC പോലെയുള്ള വേദികളിൽ നിന്ന് എന്ത് നിലപാടുണ്ടാകുമെന്നത് നിർണായകമാണ്. ട്രംപിന്റെ ഈ നയതന്ത്ര അന്ത്യശാസനത്തോട് പൂർണ്ണമായി സഹകരിക്കാൻ GCC രാജ്യങ്ങളും മടിക്കുകയാണ്. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുന്നതിനേക്കാൾ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ആഭ്യന്തര സമാധാനത്തിനുമാണ് അവർ മുൻഗണന നൽകുന്നത്. ഈ സംഭവവികാസങ്ങൾ
പശ്ചിമേഷ്യയിലെ എണ്ണ വിപണിയെയും സാമ്പത്തിക രംഗത്തെയും ഒരുപോലെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ട്രംപിന്റെ പുതിയ കളി വലിയൊരു നയതന്ത്ര യുദ്ധത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ മുസ്ലിം ലോകം ഒരുമിച്ച് നിൽക്കുമോ, അതോ ട്രംപിന്റെ നിബന്ധനകൾക്ക് വഴങ്ങി ഇസ്രയേലുമായി പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുമോ എന്നത് വരും ആഴ്ചകളിൽ വ്യക്തമാകും. പശ്ചിമേഷ്യയുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോന്ന ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയം കടന്നുപോകുന്നത്.